ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ തമ്പനയിൽ കണ്ടതുപോലെ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. നമുക്കിനി നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇനി 4000 വാച്ച് അവറും വേണ്ട, 1000 സബ്സ്ക്രൈബേഴ്സും വേണ്ട എന്നാണ് നമ്മുടെ യൂട്യൂബ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം നമ്മൾ അറിഞ്ഞ പോലെ തന്നെ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും വേണ്ട. നമ്മുടെ ചാനലിൽ 3000 വാച്ച് അവറും 500 സബ്സ്ക്രൈബേഴ്സും ലാസ്റ്റ് 365 ഡേയ്സിൽ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി നമുക്കിന്ന് സംസാരിക്കാമെന്ന് വെച്ചു. ഞാൻ ഇന്ന് അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കേട്ടോ. അതെങ്ങനെയാണ്, അത് നമുക്ക് എങ്ങനെയാണ് വർക്കാവുന്നത് എന്നൊക്കെ ഒന്ന് നോക്കി. കാരണം എൻ്റെ വാച്ച് അവർ 3000 ആവാറായി. അപ്പം എനിക്ക് അപ്ലൈ ചെയ്യാമോ, ചെയ്യണോ, വേണ്ടായോ എന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അതിനെപ്പറ്റി അറിയണമല്ലോ നമ്മൾ. ചെയ്യുന്നതിന് മുമ്പ്, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിനെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണ്ടേ അതിലോട്ട് എന്താ പറയുക, അതിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഉള്ളതെന്നല്ല, നേരത്തെ നമുക്ക് എന്താ പറയുക വേണ്ടത് 4000, അതായത് 365 ദിവസത്തിനുള്ളിൽ നമുക്ക് 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആക്കണം, 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആക്കണം, പിന്നെ 3 ലോങ് വീഡിയോസ് അതെന്തായാലും നമ്മുടെ ചാനലിൽ ഉണ്ടാവും. ലാസ്റ്റ് 360 ഡേയ്സിൽ 3 ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കണം. അതിൻ്റെ കൂടെ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടായി. അങ്ങനെയായിരുന്നു ആദ്യം. അപ്പം അതിനൊരു മാറ്റം വന്നത് ഇപ്പോൾ കുറച്ച് നാളല്ലേ, കുറച്ച് വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷൻ വന്നിട്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ വന്നതിന് ശേഷം യൂട്യൂബ് കൊണ്ടുവന്നതായിരുന്നു നമ്മുടെ ഷോർട്ട് വീഡിയോസിലൂടെ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കുക എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് 90 ഡേയ്സിൽ നമ്മൾ ചാനൽ തുടങ്ങി 90 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഷോർട്ട് വീഡിയോസിൻ്റെ ഫുള്ള് 10 മില്യൺ വ്യൂസ് വന്നു കഴിഞ്ഞാൽ, അതായത് 1000 സബ്സ്ക്രൈബേഴ്സും ഷോർട്ട് വീഡിയോകൾക്ക് 10 മില്യൺ വ്യൂസും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതുകൊണ്ട് 3 ലോങ് വീഡിയോസ് വേണം. അതെന്തായാലും ഓൾറെഡി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തെടുത്ത് പറയാത്തത്. അപ്പം നമ്മുടെ എന്താണ് ഷോർട്ട് വീഡിയോസിൽ 10 മില്യൺ വ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അതിപ്പം പുതിയൊരു രീതിയിൽ വന്നേക്കുന്നത് ഷോർട്ട് വീഡിയോ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് വെച്ചിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആക്കി എടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയുക, കഴിഞ്ഞ 90 ദിവസത്തിനുള്ളിൽ നമ്മുടെ ചാനലിൽ 1000 അല്ല 500 സബ്സ്ക്രൈബേഴ്സും 90 ദിവസത്തിനുള്ളിൽ, മുമ്പോട്ടുള്ള 90 ദിവസത്തിനുള്ളിൽ 3 മില്യൺ ഷോർട്സിൻ്റെ വ്യൂസും ഉണ്ടെങ്കിൽ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റും നമ്മുടെ ചാനൽ. അപ്പോൾ ഈ ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് വെച്ചാൽ ഫുൾ മോണിറ്റൈസേഷൻ അല്ല. നമുക്കിപ്പോൾ ഫുൾ മോണിറ്റൈസേഷൻ ആക്കി നമ്മുടെ ചാനൽ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ വേണം. 4000 വാച്ച് ടൈമും വേണം, 1000 സബ്സ്ക്രൈബേഴ്സും വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫുൾ മോണിറ്റൈസ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം വന്നേക്കുന്നത്, പുതിയൊരു അപ്ഡേറ്റ് വന്നേക്കുന്നത് 3000 വാച്ച് അവറും 500 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഹാഫ് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ അങ്ങനെ അതിന് കിട്ടും. അപ്പം നമ്മൾ വിചാരിക്കും ഈ ഹാഫ് മോണിറ്റൈസേഷൻ എന്താണെന്ന്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഫുൾ മോണിറ്റൈസേഷൻ ആവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ വീഡിയോസൊക്കെ ഓപ്പൺ ആക്കുമ്പം ഇപ്പോൾ ഒരാൾ നമ്മുടെ വീഡിയോ കാണുമെന്ന് വെച്ചോ. അപ്പോൾ ആ വ്യക്തി നമ്മുടെ വീഡിയോ ഓപ്പൺ ആക്കുമ്പോഴത്തേനും അതിൽ പരസ്യം വരുമല്ലോ. ആ പരസ്യം വന്ന് പരസ്യത്തിലൂടെ നമുക്ക് കാശ് കിട്ടണമെങ്കിൽ നമുക്ക് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും നമ്മൾ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസ്ഡ് ആയതിന് ശേഷം മാത്രമേ നമുക്ക് ആ പരസ്യത്തിലൂടെ നമുക്ക് ഏണിങ്സ് കിട്ടത്തുള്ളൂ. ഇപ്പം വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഹാഫ് മോണിറ്റൈസേഷനാണ്. അതായത് 3000 വാച്ച് അവറും 500 സബ്സ്ക്രൈബേഴ്സും 365 ദിവസത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ പരസ്യത്തിൻ്റെ പൈസ കിട്ടത്തില്ലെങ്കിലും നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് കുറച്ച് ടൂൾസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ടൂൾ എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പാണ്. ഹാഫ് മോണിറ്റൈസേഷൻ ആവുന്ന ചാനലുകൾക്ക് കിട്ടുന്ന ഒരു ടൂളാണ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 3000 വാച്ച് അവറും 500 സബ്സ്ക്രൈബേഴ്സും ആയി കഴിയുമ്പോൾ നമുക്ക് അതിലൂടെ ഹാഫ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടും. മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ വീഡിയോ കാണുമോ, ഇപ്പോൾ ഒരാൾ വീഡിയോ കാണുമ്പം അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ പേരെഴുതി കാണിച്ചേക്കുന്ന റൈറ്റ് സൈഡിലായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വരും. ആ ജോയിൻ ബട്ടണിൽ ക്ലിക്ക്
വർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബർ ആണെങ്കിൽ നമുക്ക് അവർക്ക് പൈസ പിന്നെ അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ പൈസ അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആ ചാനലിൻ്റെ ഒരു മെമ്പർ ആവുക ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടപ്പെട്ട ആ യൂട്യൂബറിൻ്റെ ചാനലിൻ്റെ ഒരു മെമ്പർ ആവുക ചെയ്യുന്നത്. പിന്നെ അതിലൂടെ നമുക്ക് സ്ഥിരമായിട്ട് ലൈവ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ടൂള് ഭയങ്കര ഉപകാരമായിട്ട് കിട്ടും കേട്ടോ. നല്ലൊരു ഏണിങ്സ് ഒക്കെ അവർക്ക് നേടാനായിട്ട് പറ്റും. പിന്നെ വേറൊന്ന് വരുന്നത് സൂപ്പർ താങ്ക്സ് എന്ന് പറഞ്ഞൊരു ടൂള് കിട്ടും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായിട്ടും ലൈവ് ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും. പക്ഷേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് അത്ര എന്താ പറയുക പ്രയോജനകരമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, എന്തായാലും നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആക്കി എടുത്താൽ മാത്രമേ, അതായത് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ആക്കിയെടുത്താൽ മാത്രമേ നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആവത്തുള്ളൂ. നമ്മുടെ ചാനലിൽ പരസ്യം വന്നിട്ട് പരസ്യത്തിലൂടെ നമുക്ക് ഏണിങ്സ് കിട്ടത്തുള്ളൂ. നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡോളർ ആവത്തുള്ളൂ. അല്ലാതെ ഹാഫ് മോണിറ്റൈസേഷൻ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് പരസ്യത്തിലൂടെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്ക് മാസം യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം നേടാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എങ്ങനെയാണെങ്കിലും ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആൾക്കാരാണെങ്കിലും പഴയതുപോലെ എന്നെപ്പോലെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, ഫുൾ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലായിരിക്കുക നിങ്ങൾ. അല്ലാതെ എങ്ങനെയെങ്കിലും ഹാഫ് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം എന്ന് വിചാരിച്ചിരിക്കാതെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും തന്നെ ആയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പുതിയതായിട്ട് വരുന്ന എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.